ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിൽ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീനയെ കാണാൻ വേണ്ടി അവതക്കുട്ടി ചായൻ സ്റ്റാലിയുടെ വീട്ടിലോട്ട് വരികയാണ്. അലീനയെ അവിടുന്ന് പറഞ്ഞയക്കണം എന്ന് കരുതിയാണ് അവതക്കുട്ടി ചായൻ അങ്ങോട്ട് വരുന്നത്. പക്ഷേ അലീനയെ നേരിൽ കാണുന്നതും തൻ്റെ മുമ്പിൽ തൻ്റെ ഭാര്യ ചിന്നമ്മ വന്ന് നിൽക്കുന്ന കണക്കെന്നാണ് അവതക്കുട്ടി ചായന് തോന്നുന്നത്. അതേ രൂപം, ഒരു വ്യത്യാസം പോലും ഇല്ല. അങ്ങനെ സ്റ്റാൻലി പറയും, മോളെ അലീനെ, ഇതാണ് നിൻ്റെ വല്യപ്പച്ചൻ, പപ്പയുടെ അപ്പച്ചനാണെന്ന് പറയും. അങ്ങനെ അവതക്കുട്ടി ചായൻ്റെ അടുത്ത് അലീന സംസാരിക്കുന്നുണ്ട്, പേരൊക്കെ ചോദിക്കും. അങ്ങനെ കുറച്ച് നേരത്തേക്ക് അവതക്കുട്ടി ചായന് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന്. അങ്ങനെ അതിനുശേഷം അവതക്കുട്ടി ചായനും അലീനയായിട്ട് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ദേഷ്യം പിടിച്ച് അലീനയെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വന്ന അവതക്കുട്ടി ചായൻ അലീനയോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയും സ്റ്റാൻലിയുടെ ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ അലീനയോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്, പപ്പയുടെ ഭാര്യയൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവരൊക്കെ താമസിക്കുന്നത് അങ്ങ് അഞ്ചലാന്ന് പറയും. കുട്ടികളോ, സ്റ്റാൻലിക്ക് 3 മക്കളാണ്. എല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെന്ന് പറയും. 2 ആൺകുട്ടികളും ഒരു മോളും അവനുള്ളതെന്ന് പറയും. നിന്നെ കണ്ടാൽ ടാനിയ മോളുമായിട്ട് നല്ല മുഖച്ചേലുണ്ടെന്നും അലീനയോട് പറയുന്നുണ്ട്. അവരെന്താ ഇവിടെ വന്ന് പപ്പയുടെ കൂടെ താമസിക്കാതെ നോക്കും? അതൊക്കെ പറഞ്ഞാൽ വലിയ കഥയാണെന്ന് പറയും. വല്യപ്പച്ചൻ പറ, എനിക്ക് കേൾക്കാൻ സമയമുണ്ടല്ലോ, എന്തായാലും കാര്യങ്ങളൊക്കെ അറിയണം, പറയാൻ പറയും. അങ്ങനെ സ്റ്റാൻലിയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെയാണ് അലീനയോട് സംസാരിക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ട്, അവരെല്ലാം അഞ്ചലാണ് താമസം. ഇപ്പോൾ ഞാൻ വല്യപ്പച്ചനോട് കാര്യം പറയട്ടെ. എന്താ, ഇവിടെ ഞാൻ വന്ന് ഒരു 3 ദിവസം കഴിഞ്ഞപ്പം ഇവിടെ ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും വന്നിരുന്നു പറയും. സ്ത്രീയോ? അതെ, പേര് ഞാൻ ആലോചേട്ടനോട് ചോദിച്ചപ്പം റീത്താമ്മ എന്നാ പറഞ്ഞെന്ന് പറയും. റീത്താമ്മയോ? അതെ, റീത്താമ്മ ഒരു പെൺകുട്ടിയായിട്ടാണ് വന്നത്. ആ കുട്ടിയെ കണ്ടാൽ ഞാനുമായിട്ട് നല്ല സാമ്യം ഉണ്ടായിരുന്നു പറയും. എങ്കിൽ അത് ടാനിയ മോളായിരിക്കുമെന്ന് പറയും. അവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ഞാൻ വന്ന് അവർക്ക് ഇഷ്ടമായി കാണത്തില്ല വലിപ്പിച്ചാന്ന് ചോദിക്കും. അതെങ്ങനെയാണ് ഒച്ച ഇഷ്ടമാവുന്നത്? അത് ആരാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് സ്റ്റാൻലിയുടെ ഭാര്യയുടെ സഹോദരിയും സ്റ്റാൻലിയുടെ മകളുമാണെന്ന് പറയും. അവരെന്താ ഇങ്ങോട്ട് വന്നത്? അപ്പം പപ്പയുടെ ഭാര്യയോ? അവൾ എൽസമ്മ എന്നാണ് അവളുടെ പേര്. ഇത് റീത്ത, അവളുടെ സഹോദരിയാണെന്ന് പറയും. അവർ രണ്ടുപേരും അഞ്ചലാണ് താമസം. അപ്പം അവരുടെ കുടുംബമൊക്കെ, അവളുടെ ഭർത്താവ് മരിച്ചുപോയി, പിന്നെ മക്കളൊക്കെ അവളുടെ കൂടെ താമസമുണ്ടെന്ന് പറയും. പപ്പയുടെ ഭാര്യ എന്തിനാണ് അവിടെ പോയി താമസിക്കുന്നത്? ഇവിടെ അല്ലേ അവർ താമസിക്കേണ്ടതെന്ന് പറയും. അവൾ കല്യാണം കഴിഞ്ഞ കല്യാണത്തിന് ശേഷം സ്റ്റാൻലി കുറച്ച് നാൾ ഞങ്ങളുടെ കൂടെ കുടുംബത്തായിരുന്നു. അതിനുശേഷം അവനങ്ങ് ജോലി സംബന്ധമായിട്ട് പല സ്ഥലത്തല്ലായിരുന്നു. ആ സമയത്തൊക്കെ അവൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞു അവൾക്ക് അവളുടെ വീട്ടിൽ നിന്നാൽ മതി. അവിടെ ആകുമ്പം അവളുടെ സഹോദരി ഉണ്ടല്ലോ, റീത്താമ്മയുണ്ടല്ലോ, അതുകൊണ്ട് അവളെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവളും പിള്ളേരും അന്ന് അവിടെ ആയിരുന്നു പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പപ്പയുടെ ഭാര്യ അങ്ങ് കോട്ടയടിച്ച് കൊണ്ടുപോയിക്കൂടായിരുന്നു ചോദിക്കും. ആയിരുന്നു, കുറച്ച് നാൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അവളെ കോട്ടയടിച്ച് കൊണ്ടുപോയതാണ്. പിന്നെ മൂത്ത കൊച്ചിൻ്റെ പ്രസവത്തിനായിട്ട് അവൾ നാട്ടിലോട്ട് വന്നത്, പിന്നെ പോയിട്ടില്ലെന്ന് പറയും. പിന്നെ അവൾ എപ്പോഴും പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ടൊക്കെ നടക്കുക. പിന്നെ വേണ്ടാത്ത ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരിപ്പിച്ച് വെച്ചേക്കെന്ന് പറയും. അതാരാ? ആ റീത്താമ്മ. റീത്തയ്ക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻലിയെ തീരെ ഇഷ്ടമല്ല. അവരെപ്പോഴും പറഞ്ഞത് സ്റ്റാൻലി ഭയങ്കര കള്ളൂടിയാണ്, അവൻ പുകവലിയാണ്, ഭയങ്കര ദേഷ്യ സ്വഭാവമാണ്, ആരോടും ഒരു മയത്തിൽ സംസാരിക്കത്തില്ല. അങ്ങനെ വേണ്ടാത്ത കുറ്റങ്ങളും എല്ലാം അവളോട് പറഞ്ഞു കൊടുത്തു. അവൾക്കാണെങ്കിൽ റീത്താമ്മ പറയുന്നത് തന്നെ വേദവാക്യം. അവളൊരിക്കലും സ്റ്റാൻലിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അത് കുറച്ച് നാൾ ഇവിടെ വന്ന് പപ്പയുടെ കൂടെ താമസിച്ചതിന് ശേഷമല്ലേ അവർക്ക് പപ്പയുടെ സ്വഭാവമൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അതൊക്കെ ഞങ്ങൾ എത്ര തവണ പറഞ്ഞാന്നറിയാവോ. ആ സമയത്തൊന്നും അവൾ പറയും, അവിടെ അഞ്ജലി വിട്ട് അവൾ ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അവളൊട്ട് നിൽക്കത്തുമില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ പറഞ്ഞു, നീ കുറച്ച് ആൾ അവളുടെ കൂടെ അഞ്ജലി പോയി നിൽക്കാൻ പറഞ്ഞാൽ സ്റ്റാൻലി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും പോകത്തില്ല. പിന്നെ നമ്മളെന്തോ ചെയ്യാനാ? എല്ലാ രീതിയിലും എല്ലാവരോടും സംസാരിച്ച് നോക്കി, ആരും അമ്പഴും വില്ലും അടുക്കാൻ തയ്യാറല്ലെന്ന് പറയും. അപ്പം പപ്പയുടെ മക്കളൊക്കെ എങ്ങനെയാണ്? ആ കുട്ടികളെയും ആ റീത്താമ്മ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുക. പപ്പ ഭയങ്കര ദേഷ്യക്കാരനെ, ആരോട് സ്നേഹമില്ലാത്തവനെ, അങ്ങനെയൊക്കെ പറഞ്ഞ് പിള്ളേരെയും കൂടി വഴിതെറ്റിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് എന്താ, പിള്ളേർക്ക് അവനുമായിട്ട് യാതൊരുവിധ അടുപ്പവും ഇല്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പപ്പയല്ലേ നോക്കുന്നതെന്ന് ചോദിക്കും. അതെ, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് സ്റ്റാൻലി തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ചിലവിനും ഒക്കെ ആവശ്യത്തിനുള്ള പണം അയച്ചു കൊടുക്കും. അല്ലാതെ കുട്ടികളുമായിട്ടൊരു മാനസികമായിട്ടുള്ള അടുപ്പമൊന്നും അവനില്ല. അവന്
കുടുംബജീവിതമാണോ മനസ്സമാധാനമാണോ എന്ന് ആലോചിച്ചപ്പം മനസ്സമാധാനം അവൻ ആദ്യം ആലോചിച്ചത്. അപ്പോൾ അവരെ വിട്ട് അവൻ ഇവിടെ വന്ന് താമസിക്കുക. ആദ്യമൊന്നും അവൻ ഇവിടെ അങ്ങനെ സ്ഥിരതാമസത്തിനൊന്നും വരത്തില്ലായിരുന്നു. തോട്ടവും എസ്റ്റേറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് മാസത്തിലൊരിക്കലെങ്ങാനും വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകത്തേ ഉള്ളായിരുന്നു. പിന്നെ അവരുമായിട്ടും അത്ര സ്വരച്ചേർച്ച ഇല്ലാതായ സമയത്താണ് അവൻ കൂടുതൽ സമയം ഇവിടെ തന്നെ ആയത്. പിന്നെ അവൻ മദ്യത്തിലങ്ങ് അഭയം പ്രാപിച്ചെന്ന് പറയും. അല്ലാതെ അവനങ്ങനെ ഒരു മദ്യപാനിയൊന്നും അല്ല. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് അവനെ ഒരു മദ്യപാനി ആക്കിയെന്ന് പറയും. ഇപ്പോൾ പിന്നെ അവൻ്റെ സ്വഭാവത്തിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. പിന്നെ നമ്മളാരും ഒരു പരിധി കൂടെ അവൻ്റെ കുടുംബജീവിതത്തിലൊന്നും ഇടപെടാൻ പോകത്തില്ല. അതൊന്നും അവന് ഇഷ്ടമല്ലായിരുന്നു. ലാലിച്ചനെക്കുറിച്ച് നല്ല ആദിയിലായിരുന്നു. അവൻ്റെ അമ്മച്ചി പോലും മരിച്ചു പോയെന്ന് പറയും. അത് ചോദിക്കും, അമ്മച്ചിക്ക് വലിയ സ്നേഹമായിരുന്നില്ലേ പപ്പയോട്? പിന്നെ ലാലിച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നമൂനങ്ങ് ജീവനായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അലീനടുത്ത് അവതക്കുറിച്ചായും പറയുന്നുണ്ട്. അങ്ങനെ പപ്പയുടെ ഫാമിലിയെക്കുറിച്ചെല്ലാം അലീന മനസ്സിലാക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവും ഇതിൻ്റെ എല്ലാം ഒരു മെയിൻ പ്രശ്നം റീതാമ്മ എന്ന് പറയുന്ന എൽസമ്മയുടെ സഹോദരിയാണെന്നുള്ള കാര്യം. അപ്പോൾ അവരാണ് പപ്പായും അമ്മയും തമ്മിൽ അകറ്റി നിർത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇനി അവരെ തമ്മിൽ യോജിപ്പിക്കണം, അവരെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കുളത്തൂപ്പുള്ളിലോട്ട് തന്നെ കൊണ്ടുവരണം എന്നൊക്കെ അലീന മനസ്സിൽ തീരുമാനിക്കുകയാണ്. അതിനുശേഷം അവതക്കുട്ടിച്ചായനും സ്റ്റാൻലിയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പറയും, ഞാൻ ആദ്യം വന്നത് അവളെ വന്ന് കണ്ടപ്പം ഇവിടെ നോട്ടിക്കൊണ്ടെന്ന് കരുതിയാണ് വന്നത്. പക്ഷെ പിന്നെന്തോ അവളോട് സംസാരിച്ചപ്പോൾ എന്ത് നല്ല സ്വഭാവമാണ് കൊച്ചിൻ്റെത്. ഒരു അനാഥ മന്ദിരത്തിൽ കഴിഞ്ഞ ഒരു ഇതാണോ അതിൻ്റെ സംസാരത്തിൽ, എന്ത് പക്വതയായിട്ടാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ പറയും. അത് ശരിയാണ്. അങ്ങനെ അലീന പിന്നെ അവിടുത്തെ പ്രാവുകളുമായിട്ടും നായ്ക്കുട്ടികളുമായിട്ടൊക്കെ അലീന കൂടുതൽ അടുക്കുകയും അവരുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചെത്തിയ വൈജയന്തി കാണുന്നത് എല്ലാ കാര്യങ്ങളും എപ്പോഴും വൈജയന്തിയുടെ സഹായം തേടുന്ന കുട്ടികൾ ഒരു കാര്യത്തിന് പോലും വൈജയന്തി ഒന്നിനും ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർ സ്വയം കണ്ടറിഞ്ഞ് തന്നെ ചെയ്യുകയാണ്. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും പാചകവും ക്ലീനിങ്ങും എല്ലാം, പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും സാധാരണ എന്തിനും വൈജയന്തിയുടെയും ബാലേന്ദ്രൻ്റെയും സഹായം തേടണം അവർക്ക്. സ്കൂളും കോളേജൊക്കെ വിട്ട് കഴിഞ്ഞാൽ ബാഗൊക്കെ ഊരി എവിടെയെങ്കിലും കളയുക, യൂണിഫോം സമയത്തിന് തേച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല അടുക്കും ചിട്ടയോടെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ വൈജയന്തിക്ക് മനസ്സിലാവും അവർക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഈ മാറ്റത്തിനെല്ലാം മെയിൻ കാരണം അലീനയാണെന്നുള്ളത് വൈജയന്തിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അലീന കാരണമാണ് അവർക്ക് ഇത്ര മാറ്റം ഉണ്ടായെന്നുള്ള കാര്യം വൈജയന്തിക്ക് അറിയാം. പക്ഷേ അത് വൈജയന്തി പ്രത്യക്ഷത്തിൽ അതങ്ങോട്ട് അംഗീകരിക്കത്തില്ല. അങ്ങനെ ആ ഒരു രീതിയിൽ അതൊക്കെ പോകണം. അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം അവർ രാവിലെ തന്നെ സ്കൂളിലും കോളേജിലും പോകുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണയും ബബിതയും കൂടി ഒരുവിധപ്പെട്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിനുശേഷം രോഹിത്തും അവരെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷൂ പോളിഷിങ്ങും പിന്നെ അയണിങ്ങും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ രോഹിത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന മഴതോരും മുംബൈയിലെ അപ്കമിങ് എപ്പിസോഡുകളൊക്കെ. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ.